السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാവേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് പ്രിയപ്പെട്ടവരെ ഖുശൂ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തെളിവായി പറയുന്നത് സൂറത്തുൽ ഇസ്രായിലെ 109-ാമത്തെ ആയത്തിൽ കാണാം, വയഖിറൂന ലിൽഅദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂഅ. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ വയസീദുഹും ഖുശൂഅ, ഖുശൂഅ് വർദ്ധിക്കണമെന്നാണ്. എന്താണ് ഖുശൂഅ്? ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഡിസിപ്ലിൻ, അതിൻ്റെ അടക്കം, അതിൻ്റെ ഒതുക്കം, അതിനാണ് ഖുശൂ എന്ന് പറയുന്നത്. മഖായീസുൽ ലുഗയിൽ ഇബ്നു ഫാരിസ് രേഖപ്പെടുത്തുന്നത് ഖശഅ എന്ന് പറഞ്ഞാൽ അൽ ഖാഉ വശീനു വൽ ഐനു അസ്ലുൻ വാഹിദുൻ യദുല്ലു അല തതാമുനി യുഖാലു ഖശഅ ഇദാ തതാമന വതഅ റഅസഹു യഖ്ശഉ ഖുശൂഅൻ വഹുവ ഖരീബുൽ മഅന മിനൽ ഖുദൂ ഇല്ലാ അന്നൽ ഖുദൂഅ ഫിൽ ബദനി വൽ ഇഖ്റാറ ബിൽ ഇസ്തിഖ്ദാ വൽ ഖുശൂഉ ഫിസ് സൗതി വൽ ബസർ. അദ്ദേഹം പറയുന്നത് ഖുശൂ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാണപ്പെടുന്ന വല്ലാത്തൊരു അടക്കവും ഒതുക്കവുമാണ്. അത് മനസ്സിലും കാണാം. അത് ഖുദൂഇൻ്റെ മറ്റൊരു വാക്കാണ്. എന്നാൽ ഖുദൂ എന്നുള്ളത് പൊതുവെ ഹൃദയത്തിൻ്റെ കൂടി അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ കൂടി ഒരു ഒതുക്കമാണെങ്കിൽ ഖുശൂ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിലും നോട്ടത്തിലും വരെ അത് കാണാൻ പറ്റുന്നതാണ്. അതാണ് ഖുശൂ. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞതുപോലെ ശബ്ദമുയർത്തരുത്, അഹങ്കാരിയായി നടക്കരുത്, ദൃഷ്ടികൾ താഴ്ത്തണം. എവിടെയും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളിൽ ഒരു വല്ലാത്ത അദബ് കാണാൻ കഴിയുന്നതാണ്. മറ്റുള്ളവരെ പോലെ ആയിരിക്കുകയില്ല. കാരണം ഖുശൂഇൻ്റെ അടിസ്ഥാനപരമായ ഒരു ഗുണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അവർ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, അവർ ലഗ്വിൽ നിന്ന് മാറി നിൽക്കുന്നവരുമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഖുശൂ വർദ്ധിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങളിലൊന്നും അയാളെ കാണുകയില്ല. സംഗീതം ഉണ്ടാവില്ല, പാട്ട്, മ്യൂസിക്, സിനിമ, അനാവശ്യമായ നോവലുകൾ, കഥകൾ, തമാശകൾ, ചിരികൾ, വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാൽ തീരെ ചിരിക്കൂല എന്നല്ല, അനാവശ്യമായ ചിരികൾ, അനാവശ്യമായ വർത്തമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ലഗ്വ് എന്ന് പറയുന്നത്. ഈ ലഗ്വിന് അവർക്ക് താല്പര്യമേ ഉണ്ടാവില്ല. അതിന് പറയപ്പെട്ട മറ്റൊരു പേരാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്, ജഹ്ല്. ജഹ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഡ്ഢിത്തം. പ്രത്യേകിച്ചൊരു ഉപകാരവുമില്ലാത്ത വാക്കുകൾ വിഡ്ഢിത്തമാണ്, ബുദ്ധിമാന്മാരായ ആളുകൾക്ക് യോജിച്ചതല്ല എന്നാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഖസസിലെ 55-ൽ കാണാം, വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു വഖാലു ലനാ അമാലുനാ വലക്കും അമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. ഒരു വ്യർത്ഥമായ വർത്തമാനം കേട്ടാൽ സത്യവിശ്വാസികൾ അതിൽ കൂടുകയില്ല. എവിടെയാണോ അത് നടക്കുന്നത് അവിടെ അവർ പങ്കെടുക്കുകയില്ല, അവരതിൽ നിന്ന് മാറി നിൽക്കും. എന്നിട്ട് അവർ പ്രഖ്യാപിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ അമല്, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമല്. ഞങ്ങളൊരു അഖീദയുടെ ആളുകളാണ്, ഞങ്ങളൊരു മൻഹജിൻ്റെ ആളുകളാണ്, ഞങ്ങളൊരു വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്, മരണാനന്തര ജീവിതമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്, അല്ല യഖീനുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഞങ്ങളും ഇതിലൊന്നും വിശ്വാസമില്ലാത്ത നിങ്ങളും രണ്ടു കൂട്ടരും ഒരുപോലെ ആവാൻ പറ്റൂല. ലനാ അമാലുന വലക്കും അമാലുക്കും സലാമുന അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. ജാഹിലീങ്ങളെ ഞങ്ങൾക്ക് വേണ്ടാന്ന്. നോക്കൂ നിങ്ങൾ, ലഗ്വിൻ്റെ ആളുകളെ ജാഹിലുകൾ എന്നാണ് പറഞ്ഞത്. അവർ ജാഹിലീങ്ങളാണ്, കാരണം ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിലാണ് അവരുള്ളത്. എന്നാൽ വിശ്വാസികൾ അങ്ങനെയല്ല. കാരണം അവരുടെ ഒരു പ്രത്യേകത സൂറത്തു സുമറിലെ 23-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നുണ്ട്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. റഹ്മാനായ റബ്ബ് മനുഷ്യരിൽ കാണാത്തൊരടയാളം അങ്ങനെ പറയില്ല. ഒരു പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് നമ്മിൽ ഈ അടയാളം കാണപ്പെടാത്തത് കൊണ്ടാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ പാരായണവും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിലുള്ള ആ തരീഖിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഗായത്തിലെത്താൻ പറ്റും.
സ്വഹാബികൾ ഒരു ലക്ഷ്യത്തിലെത്തിയത് റസൂല് വരച്ച് കാണിച്ച വഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ്. നമ്മുടെ റൂട്ട് തെറ്റിയിട്ടാണ് നമുക്ക് ഈ ഗായത്തിലെത്താൻ പറ്റാത്തത്. അതെത്തും ഇൻഷാ അല്ലാഹ്. എപ്പോഴെന്ന് ചോദിച്ചാൽ സ്വഹാബികളും താബീങ്ങളും തബഉ താബീങ്ങളും വിട്ടേച്ചു പോയ ഒരു മൻഹജുണ്ട്. ആ വഴിയിലൂടെ നിങ്ങളൊന്ന് ഖുർആൻ മനസ്സിലാക്കി നോക്കൂ, ആ വഴിയിലൂടെ ഒന്ന് സുന്നത്ത് പഠിച്ചു നോക്കൂ, ആ വഴിയിലൂടെ ഒന്ന് ദീന് പഠിച്ചു നോക്കൂ. ഇതേ ഗായത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എത്താൻ പറ്റും. എന്താണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾക്കൊരു വിറയലുണ്ടാവുന്നതാണ്. ഈ രോമമൊക്കെ എടുത്തു പിടിക്കാൻ നമ്മൾ പറയും. അതേപോലെ തന്നെ ശരീരത്തിൽ ഒരു പ്രത്യേക വിറയൽ അനുഭവപ്പെടും. അള്ളാഹുവിൻ്റെ റസൂല് രാത്രിയിൽ നമസ്കരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് അടുപ്പത്ത് വെച്ച വെള്ളം തിളയ്ക്കുന്നത് പോലൊരു ശബ്ദമുണ്ടായിരുന്നു എന്നാണ്. അതെങ്ങനെയാണ് അതുണ്ടായത്? ഈ ആയത്തുകളിലൂടെ മനസ്സെങ്ങനെ ആണ്ടു പോകുമുണ്ടാവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നത്തെ രാത്രി നിനക്ക് അവകാശപ്പെട്ടതാണെങ്കിലും ഞാൻ ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, നിൻ്റെ സമ്മതം നീ എനിക്ക് തരുമോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളുടെ കൂടെ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ കഴിഞ്ഞാണല്ലോ എനിക്ക് കിട്ടുന്നത്, എനിക്കത് ഇഷ്ടമാണ്, എന്നാലും നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, അതുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ നോക്കുകയാണ് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതി കരയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആദ്യം കവിള് നനഞ്ഞു, പിന്നെ താടി, പിന്നെ ഡ്രസ്സ്, പിന്നെ നിൽക്കുന്ന നിലം പോലും കണ്ണുനീരുകൊണ്ട് കുതിർന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. പിന്നെ അവരുടെ ഹൃദയവും അവരുടെ തൊലികളും അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വിനയപ്പെട്ടു വരുന്നതാണ്. അങ്ങനെ വിനയപ്പെടുന്ന ഒരു ഖുർആനിൻ്റെ ഖാരി, ആ ഖുർആനിൻ്റെ പാരായണക്കാരനിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ അനാവശ്യമായതും വ്യർത്ഥമായതുമായ ഒന്നും കാണുക സാധ്യമല്ല. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ എന്നാ പറഞ്ഞത്. അവിടെ ഉപയോഗിച്ച പദം എന്താണ്? ഖുശൂഅൻ, മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. ആ ഖുശൂഅ് വന്നു കഴിഞ്ഞാൽ പിന്നെ റബ്ബിനോടുള്ള പേടി കൊണ്ട് പർവ്വതങ്ങൾ വരെ തവിടുപൊടിയായി പോകുന്നതാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കാര്യം എന്താണ്? ചെറിയ ദുർബലമായൊരു മാംസകഷ്ണമുള്ള ഹൃദയമുള്ള, അതുകൊണ്ട് ഈ ഒരു ഖുശൂ എന്നിലും നിങ്ങളിലും കാണപ്പെടണം. സ്വഹാബികളിൽ അത് കണ്ടിരുന്നു. അഖീറൻ, അവസാനമായി അഞ്ചാമത്തത്, ആഴമേറിയ ആലോചനകൾക്ക് ഖുർആനിലെ ആയത്തുകളെ നമ്മൾ വിധേയമാക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത് തന്നെ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. അതിലെ ആയത്തുകളെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ബുദ്ധിമാന്മാർ ആലോചിക്കുകയും ചെയ്യേണ്ടതാണ്. ബുദ്ധിമാന്മാർ ആലോചിക്കണം അതിലെ ഓരോ ആയത്തുകളെക്കുറിച്ചും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല ഹൃദയത്തിൽ പൂട്ടിട്ടിരിക്കുകയാണോ? ആഴമേറിയ ചിന്തകൾക്ക് നമ്മൾ ഓതുന്ന ആയത്തുകളെ നമ്മൾ വിധേയമാക്കണം. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഖദ് ശിബ്ത, നിങ്ങൾക്ക് വയസ്സായി പോയല്ലോ നബിയെ. എന്താ കാരണം? അന്ന് വരെ കാണപ്പെടാത്ത ചില നരകൾ റസൂലുള്ളാഹിൻ്റെ മുടിയിൽ കാണപ്പെട്ടു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ മുടി നരച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധയിൽപ്പെട്ടു. വളരെ കുറഞ്ഞ മുടികളെ അള്ളാഹുവിൻ്റെ റസൂലിന് നരച്ചിട്ടുള്ളൂ. പക്ഷെ അത് കാണപ്പെട്ടപ്പോൾ ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയാമോ? ശയ്യബത്നി ഹൂദുൻ വൽ വാഖിഅതു വൽ മുർസലാതു വഅമ്മ യതസാഅലൂൻ വഇദ ശംസു കുവിറത്. എന്നെ വൃദ്ധനാക്കിയത് ഖുർആനിലെ ഈ അധ്യായങ്ങളാണ്. ഒന്ന് സൂറത്തുൽ ഹൂദ്, മറ്റൊന്ന് സൂറത്തുൽ വാഖിഅ ഇദാ വഖഅത്തിൽ വാഖിഅ, മറ്റൊന്ന് വൽ മുർസലാത്തി ഉർഫ സൂറത്തുൽ മുർസലാത്ത്, അമ്മ യതസാഅലൂൻ, മറ്റൊന്ന് ഇദ ശംസു കുവിറത്. ഈ അധ്യായങ്ങളെക്കുറിച്ചുള്ള ചിന്ത, അതിലെ ആശയങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്നെ വൃദ്ധനാക്കിയിരിക്കുന്നു എന്നാണ്. നാമൊക്കെ എത്ര തവണ ഒരു പക്ഷേ ഇത് ഓതിയിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും നമ്മുടെ മനസ്സിലോ ശരീരത്തിലോ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടാവുകയില്ല. ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിൻ്റെ അർറിഖത്തു വൽ ബുകാ എന്ന കിതാബിൽ പറയുന്നു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ രാത്രിയിൽ സഞ്ചരിക്കവേ റജുലൻ യഖറഉ സമിഅ റജുലൻ യഖറ, ഒരാൾ ഓതുകയാണ്. എന്താണ്? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. അല്ലാഹുവിൻ്റെ ശിക്ഷ വന്നു ഭവിക്കുക തന്നെ ചെയ്യും.
അതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല. ഫജഅല യബ്കി ഹത്ത ഇഷ്തദ്ദ ബുകാഉഹു സുമ്മ ഖറ യൽതരിബ്. കരഞ്ഞ് 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 അവസാനം തൻ്റെ മൃഗത്തിൻ്റെ പുറത്ത് നിന്ന് താഴോട്ട് അദ്ദേഹം വീഴുകയുണ്ടായി, ഒരു ലെവല് തെറ്റിക്കൊണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, എന്തു പറ്റി അമീറുൽ മുഅ്മിനീൻ? അദ്ദേഹം പറഞ്ഞു, ദഊനി, എന്നെ വിട്ടേക്കൂ, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കൂ. ഫഇന്നി സമിഅതു ഖസമ ഹഖ്ഖിൻ മിൻ റബ്ബി. എൻ്റെ റബ്ബ് ഖസം ചെയ്തു പറഞ്ഞൊരു വാക്കെൻ്റെ മനസ്സിൽ തറച്ചതാണ്, വേറൊന്നുമല്ല. റബ്ബ് പറയാണ്, ഇന്ന അദാബ റബ്ബിക ലവാഖി, നിശ്ചയം അല്ലാഹുവിൻ്റെ ശിക്ഷ വരിക തന്നെ ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തറച്ചതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തിബിയാനിൽ രേഖപ്പെടുത്തുന്നത്, വറുവീന അൻ അബീ ദർരിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിആയത്തിൻ യുറദ്ദിദുഹാ ഹത്ത അസ്ബഹ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരായത്ത് റിപ്പീറ്റ് ചെയ്ത് ഓതി ഫജ്റായി പോയി. സൂറത്തുൽ മാഇദയിലെ ഒരൊറ്റ ആയത്താണ് അത് ഓതി, അത് റിപ്പീറ്റേഷൻ തന്നെ ഫജ്ർ വരെ. എന്താണത്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. അള്ളാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിൻ്റെ അടിമകളാണ്, നിനക്ക് ശിക്ഷിക്കാം. പക്ഷേ വൈൻ തഗ്ഫിർ ലഹും, റബ്ബേ, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണല്ലോ. ആ ആയത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ്. തമീമുദ്ദാരി, മഹാനായ സ്വഹാബി, അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജാസിയയിലെ ഒരായത്ത് ഓതുകയാണ്. അത് അദ്ദേഹം പ്രഭാതം വരെ റിപ്പീറ്റ് ചെയ്തു എന്നാണ്. ആ ആയത്തിനെ മറിച്ച് മറ്റൊരായത്ത് ഓതാൻ കഴിയുന്നില്ല. എന്താണത്? അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് സവാഅം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. തിന്മകൾ വാരിക്കൂട്ടുന്ന ആളുകൾ വിചാരിച്ചോ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ നാം അവരെ ആക്കുമെന്ന്? രണ്ടു കൂട്ടരും ഒരുപോലെ ആകുമെന്ന്? നിങ്ങളുടെ ജീവിതവും മരണവും ഒരുപോലെ ആയിരിക്കുമെന്ന്? നിങ്ങൾ എത്ര മോശമായിട്ടാണ് വിധിക്കുന്നത്? അങ്ങനെ സംഭവിക്കില്ല എന്നാണ്. ഉബാദത്ത് ബിൻ ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഖൽതു അലാ അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ ബിൻ അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഞാൻ പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ അവർ ഖുർആനിൽ നിന്നൊരായത്ത് ഓതുകയാണ്. എന്താണ്? ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു, കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിച്ചിരിക്കുന്നു. ഫവഖഫത ഇൻദഹ. ഈ ആയത്ത് ഓതിയിട്ട് അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. പിന്നെ ഈ ആയത്ത് തന്നെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഫദഹബ്തു ഇല സൂഖി. ഞാൻ പിന്നീട് അങ്ങാടിയിലേക്ക് പോയി. എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഇതേ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. നോക്കൂ, ആ ആയത്തിനെ മുറിച്ച് കടക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആ ആയത്തിൽ തന്നെ മനസ്സിനെ ഉടക്കി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ ഖുർആനിലെ ആയത്ത് ഓതുമ്പോൾ ഇതെങ്ങനെങ്കിലും തീർത്ത് കിട്ടണം എന്നുള്ളതായിരിക്കരുത് ലക്ഷ്യം. എപ്പോഴാണ് അത് തീരും? ഒരു ജുസ് അപ്പം തീരും, 30 ജുസ് അപ്പം തീരും, ഈ ചാപ്റ്റർ അപ്പം തീരും. അതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. മറിച്ച് അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തെ ഖുർആനിലെ ആയത്ത് കൊണ്ട് ഇളക്കി വിടൂ, ആലോചിക്കൂ, ചിന്തിക്കൂ. അതിലെ അഹ്കാമുകൾ, അതിലെ ഇൽമുകൾ, അതെല്ലാം നിങ്ങൾ ചിന്തിക്കണം. അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി മുഫസ്സലായ എല്ലാ സൂറത്തുകളും ഒറ്റ റക്അത്തിൽ ഓതിയെന്ന്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്സൻ മിസ്ല ഹദ്ദി ശിഅർ ഔ നസ്റൻ മിസ്ല നസ്രി ദഖൽ. താങ്കൾ ഷിഅർ, കവിത ചെല്ലുന്നത് പോലെ സ്പീഡിൽ ഓതി തീർത്തോ, അല്ലെങ്കിൽ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കെ മോശമായ ഈത്തപ്പഴം കിട്ടിയാൽ വലിച്ചെറിയുന്നത് പോലെയാണോ ആയത്തുകൾ ഓതുന്നത്? അഥവാ ഓതുന്നുണ്ട്, ക്ലിയർ അല്ല, അങ്ങനെ ഓതിങ്ങനെ വിടുകയാണ്. അങ്ങനെ ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തിനെയും മുറിച്ചത്, ഓരോ സൂറത്തിനെയും മുറിച്ചത്, ഓരോ ആയത്തും അവിടെ മുറിച്ച് ഒന്ന് ചിന്തിക്ക്, ഒന്ന് ആലോചിക്ക്. അങ്ങനെയുള്ളൊരു തദബ്ബുറുണ്ട്, അങ്ങനെയുള്ളൊരു ആലോചനയുണ്ട്, അങ്ങനെയുള്ള ഒരു പഠനമുണ്ട്. അങ്ങനെ പഠിച്ചാലാണ് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഹൃദയത്തിന്, ഫുആദിന് തസ്ബീത്ത് ഉണ്ടാകണമെങ്കിൽ സത്യനിഷേധികൾ പറഞ്ഞില്ലേ, ലൗലാ ഉൻസില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ കദാലിക ലനുസബ്ബിതു ബിഹി ഫുആദക വറത്തൽനാഹു തർതീല. ഹൃദയത്തിന് ഉറപ്പുണ്ടാകാൻ സാവകാശത്തിൽ നാം ഓതിത്തരികയാണ്, ഒറ്റയടിക്ക് ഇറക്കൂല എന്നാണ്. 7-ാം ആകാശത്ത് നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഒരൊറ്റ രാത്രിയിൽ തന്നെയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇറങ്ങുമ്പോൾ അത് അല്പാൽപമായിട്ടാണ് അള്ളാഹു അവതരിപ്പിച്ചത്. എന്തിനാണത്? ഹൃദയത്തിലേക്ക് കാണ്ടിറങ്ങി അതിലുള്ള ഇൽമും അമലുകളുമൊക്കെ ശരിയായ നിലക്ക് മുറപ്രകാരം നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ്. അതേപോലെ നമ്മളും പഠിക്കുക. ഒരുപാട് ഖുർആൻ പഠിക്കുന്ന സംരംഭങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഖോർഫുഖാനിൽ തന്നെ നമ്മുടെ നേതൃത്വത്തിൽ ധാരാളം സംവിധാനങ്ങളുണ്ട്. ഉപയോഗപ്പെടുത്തുക. 1, 2, 3 ആയത്തുകൾ ഒരാഴ്ച,
അത് ഹിഫ്ലാക്കാനും ഇഷ്ടം പോലെ സമയമുണ്ട്, അതിൻ്റെ അർത്ഥവും തഫ്സീറും മനസ്സിലാക്കാനും സമയമുണ്ട്. അങ്ങനെ മെല്ലെ 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 പഠിക്കുക, സാധിക്കുന്നത്ര അമലാക്കുക, ആയത്തുകൾ ആലോചിച്ച് കരയുക, സുജൂദ് വർദ്ധിപ്പിക്കുക, ഖുശൂ വർദ്ധിക്കട്ടെ. അങ്ങനെ ശരിയായ ഖുർആൻ പാരായണക്കാരായി നമ്മൾ മാറണം. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ ഒരു രൂപത്തിലല്ല, മറിച്ച് സ്വഹാബികളൊക്കെ, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു അനുഗ്രഹീതമായ വഴി, ആ വഴി സ്വീകരിക്കുക, ആ നിലക്ക് ഖുർആൻ പാരായണം ചെയ്യുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.